നമുക്ക് 1 പത്രോസ് ലേഖനം എടുക്കാം. അഞ്ചാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദൂതാണ്. എല്ലാം പ്രധാനപ്പെട്ടതാണ്. പത്രോസ് അപ്പോസ്തലൻ ലൈഫിൽ ഭയങ്കര അസാധാരണമായ മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ നിങ്ങളെല്ലാവരും മാറ്റങ്ങളുടെ പ്രക്രിയയിലാണ്. ഇന്നലെ കണ്ടവരല്ല ഇന്ന് നാം കാണുന്നത്. ഒത്തിരി മാറ്റങ്ങളുണ്ടായി. തീരുമാനങ്ങളിൽ, ഡിസിഷൻ മേക്കിങ്ങിൽ, പ്ലാനിങ്ങുകളിൽ, നമ്മുടെ പ്രയോറിറ്റീസിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ. എല്ലാവർക്കും മാറ്റമുണ്ടായി. എനിക്ക് മാറ്റമുണ്ടായി, നിങ്ങൾക്കെല്ലാം മാറ്റം ഉണ്ടായി. നമ്മളെല്ലാം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം ഒരു ട്രാൻസിഷൻ ഘട്ടമാണ്. നമ്മൾ ആരും ആത്മീയ അനുഭവങ്ങൾ ഒത്തിരി കേട്ട് പരിചയങ്ങൾ കണ്ട് ശീലിച്ച് പല കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ ഒരു തീരുമാനം. നമുക്കറിയാം എന്താണ് ആത്മീയം, എന്താണ് ആത്മീയം അല്ലാത്ത, എന്താണ് ലൗകികം, എന്താണ് മാനുഷ്യം, എന്താണ് ദൈവികം, എന്താണ് സ്വർഗീയം, എന്താണ് നിത്യത, എന്താണ് ചുമ്മാ വെറും ജാട, എന്താണ് ഇതിനകത്തുള്ള കാമ്പെന്താണ്, നാമ്പെന്താണ്, എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾക്കല്ലേ ഒരാൾ ഇവിടെ ഒരു വ്യാജം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് വ്യാജമാണെന്നറിയാം. ആ രീതിയിലൊക്കെ നിങ്ങൾ ആത്മീയ പക്വത വളർന്നിട്ടുണ്ട്. ഇപ്പോൾ 2010 ഒരാളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ ഒത്തുകൂടെ ശോധന ചെയ്ത് മനസ്സിലാക്കി ചിന്തിച്ച് നിങ്ങളെന്ന് പറഞ്ഞാൽ ഹരിച്ച് കുണിച്ച് പഠിച്ചെല്ലാം നിങ്ങൾ വിലയിരുത്തുവാൻ നിങ്ങൾ മനസ്സിലാക്കുവാൻ വളർന്നു കഴിഞ്ഞു. ആ ഒരു ശൈശവത്വം വിട്ട് തികഞ്ഞ പുരുഷത്വത്തിലേക്ക് ക്രിസ്തുവിൻ്റെ തലയോളം, ക്രിസ്തുവിൻ്റെ ഭാവത്തോളം നിങ്ങൾക്കൊരു അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്ക് ദൈവമാണ് നൽകിയിരിക്കുന്നത്. ഞാൻ സന്തോഷിക്കുന്നു. സ്തോത്രം. തെറ്റേതാണ്, ശരി ഏതാണ്, നന്മ ഏതാണ്, തിന്മ ഏതാണ്, ഇതെല്ലാം സ്തോത്രം തിരിച്ചറിയാൻ തക്കണമുള്ള ഒരു ഈ കാലപ്പഴക്കത്തിൽ നിങ്ങൾക്കൊരു മാറ്റമുണ്ടായി. ഞാൻ തമാശയായിട്ട് പറയുന്നതും ഗൗരവമായി പറയുന്നതും ഞാൻ എന്തെങ്കിലും ഉള്ളിൽ വെച്ചോ എല്ലാം നിങ്ങൾക്കിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ അതുപോലെ മനസ്സിലാക്കാൻ കഴിവുള്ള ശ്രോതാക്കളുടെ മുമ്പിലാണ് ഞാൻ ആയിരിക്കുന്നത്. പത്രോസിൻ്റെ ലൈഫിൽ ഇതുപോലെ കർത്താവിനോട് കൂടെ 3.5 വർഷമേ നടന്നുള്ളെങ്കിലും ഏറ്റവും അവസാനത്തെ പോയിന്റിൽ കർത്താവ് പെന്തക്കോസ്തിൻ്റെ നാളിൽ ഈ ശാസ്ത്രീയ സമൂഹത്തിന് മുമ്പിൽ, പരീക്ഷന്മാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ പ്രാപ്തനായ ഒരു അപ്പോസ്തലനെ ദൈവം ഉയർത്തിയെടുത്തു. ഞാൻ പറയാം, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ജയാളി പുറത്തു വരുന്നത് ഇന്നലെ ഇന്നൊന്നുമല്ല. അത് നിങ്ങളറിയാത്ത നാളുകളിൽ പുറത്തു വരും. സ്തോത്രം. ഇതൊക്കെ ഇന്ന് നിങ്ങളെ ചില പരിശോധനകൾ കൂടി, പാഠങ്ങൾ കൂടി, അനുഭവ സമ്പത്തിൽ കൂടി ദൈവം നടത്തുന്നത്. നാളെ നിങ്ങളുള്ള ഒരു ആത്മമനുഷ്യനുണ്ട്. ആത്മമനുഷ്യൻ ജയാളിയെ കരുത്തുള്ളവനാക്കി സകല പോരാട്ടങ്ങളെ അതിജീവിച്ച് നിൽക്കുവാൻ വേണ്ടി ഇന്ന് ദൈവ പ്രവൃത്തിയുടെ പണിശാലയിൽ ദൈവം നിങ്ങളെ രൂപപ്പെടുത്തി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറഞ്ഞത്, ഏതു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി, ഏതു മനുഷ്യനെ കർത്താവിനെ വ്യക്തിയെ കിട്ടിയാൽ മതിയിൽ തികവെങ്കിലേക്ക് ദൈവം എത്തിക്കും. എത്ര വിശ്വസിക്കുന്നു? സ്തോത്രം. പത്രോസിനെ ദൈവം അങ്ങനെ തികഞ്ഞവനായി ദൈവം മാറ്റി. പത്രോസിന്റെ ലൈഫിൽ നിന്ന് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. നമ്മളെല്ലാം വെറും സാധാരണ കല്ലുകളാണെന്ന്. ഒരു രൂപവും അതിന് ഭംഗിയും ഇല്ലാത്ത സാധാ കല്ലുകളാണ്. പക്ഷെ നിങ്ങളെല്ലാം അവൻ്റെ അടുക്കൽ വരുമെന്ന് പത്രോസ് തന്നെ കുറിച്ചാണ് പറഞ്ഞു കേട്ടോ. പത്രോസ് പെട്ര പാറ, വലിയ പാറയിൽ നിന്ന് വെട്ടിയെടുത്ത ചെറിയ പാറ കഷ്ണം. ഞാനൊരു പാറയാ, പക്ഷെ ഞാനും അവൻ്റെ അടുക്കൽ വന്ന് എനിക്കെന്തുണ്ടായി? എൻ്റെ ജീവനുണ്ടായി. സ്തോത്രം. ഞാനും അവൻ്റെ അടുക്കൽ വന്നപ്പോൾ എനിക്കെന്തായി? അവനോട് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ ഞാനും ജീവനുള്ള കല്ലുകളോട് ചേർന്നപ്പോൾ ഞാനും ജീവിപ്പിക്കുന്ന കല്ലായിട്ട് മാറി. ഈ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട്. ആര് അവൻ്റെ അടുക്കൽ വന്നാൽ അവനെ പോലാക്കും. ദൈവത്തിന് വചനം പറയുന്നു, വചനം ജഡമായി. വചനം എന്തുകൊണ്ട് ജഡമായി? ജഡം വചനമായി തീരാൻ. അതാണ് ദൈവത്തിന് വചനം പറയുന്നത്, സർവ്വലോകം വായിക്കുന്ന പത്രങ്ങളല്ലോ നിങ്ങൾ. സ്തോത്രം. നിങ്ങളിൽ കർത്താവ് എഴുതിയിട്ടുണ്ടെന്ന്. സകല ലോകവും വായിക്കുന്ന പത്രങ്ങളാണെന്ന് നിങ്ങൾ. മാത്തുക്കുട്ടിച്ചാൻ പത്രം ഇറക്കുന്നുണ്ട്, നമ്മൾ രാവിലെ വായിക്കുന്നുണ്ട്. പക്ഷെ അതുപോലല്ല, ലോകം മൊത്തവും ദൈവത്തിന്റെ കൈവപ്പ്, ദൈവം എടുത്ത് ലോകം വായിക്കുന്നത് നിങ്ങളിൽ കൂടിയാ. സ്തോത്ര. ബെൽഷസ്സറിന്റെ കാലത്ത് ഭിത്തിയിൽ ഒരു എഴുത്തെഴുതി, മേനെ മേനെ തെക്കൽ ഊർഫാസിൽ. സ്തോത്ര. ആമേൻ ആമേൻ. ഞാൻ നിന്നെ തൂക്കി നോക്കി. സ്തോത്ര. നിന്നിൽ ഞാൻ സ്തോത്ര ആമേൻ കുറുമ്പുകൾ കണ്ടിരിക്കുന്നു. ആമേൻ. ദൈവം എഴുതുന്നു, ലോകം അത് വായിക്കുന്നു. ചേർന്ന് പറഞ്ഞാട്ടെ, ദൈവം എഴുതുന്നു, ലോകം അത് വായിക്കുന്നു. ആരും പറഞ്ഞില്ല, ദൈവം എഴുതുന്നു, ലോകം അത് വായിക്കുന്നു. പൗലോസ് പറയുന്നു, സകല മനുഷ്യരും വായിക്കുന്ന പത്രങ്ങളാണ്. സ്തോത്രം. ഞാൻ ഇവിടെ പറയാം, ഇത് സ്തോത്രം അപ്പോസ്തലന്മാർ എഴുതിയ എപ്പിസ്റ്റൽസ് ആണ്. സ്തോത്രം. പണ്ട് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഞാൻ ചോദിച്ചാൽ എങ്ങനെ ചോദിച്ചു, സ്തോത്രം അപ്പോസ്തലന്റെ ഭാര്യയുടെ പേരെന്താണ്? അപ്പോസ്തലന്റെ ഭാര്യയുടെ പേര് എപ്പിസ്റ്റൽ എന്നാണ്. അതല്ല പറഞ്ഞത്, അപ്പോസ്തലന്മാർ എഴുതിയ എഴുത്തുകളാണെന്ത്? എപ്പിസ്റ്റൽ. സ്തോത്രം. അത് എഴുതിയ യഥാർത്ഥത്തിൽ 21 ലേഖനങ്ങളായിട്ട് ബൈബിളിൽ വന്നു. 66 പുസ്തകങ്ങളിൽ 21 ലേഖനങ്ങൾ വന്നു. 21 ലേഖനങ്ങളിൽ 14 ലേഖനങ്ങളും അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളാണ്. 21-14 മേജർ പോർഷനും ആര് കവർ ചെയ്തു?
പൗലോസ് കവർ ചെയ്തു. സെന്റ് പൗളാണ് ഏറ്റവും കൂടുതൽ എഴുത്തുകൾ സഭയ്ക്ക് എഴുതിയത്. ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത് പൗലോസാണ്. ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിയൊരു കാര്യം, സ്തോത്രം, നിങ്ങൾക്കൊരു ശുശ്രൂഷ കിട്ടുമ്പോൾ, നിങ്ങൾക്കൊരു നിയോഗം കിട്ടുമ്പോൾ, നിങ്ങൾക്കൊരു അഭിഷേകം കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ആരും ഇരിക്കുന്ന സ്ഥാനത്ത് തുടരുകയില്ല. ആരെങ്കിലും ഇരിക്കുന്ന സ്ഥാനത്ത് എന്നേക്കുമോ അവിടെ തുടരുന്നെങ്കിൽ ഓർത്തോണം, നിങ്ങളുടെ മേലൊരു അഭിഷേകമില്ലെന്ന്. ഇതൊക്കെ ക്ലാസ്സുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുക. കേൾക്കുമ്പോൾ ഒരു ചിലപ്പോൾ ഒരു അലോരസം ഉണ്ടാവും, പ്രശ്നമില്ല. നമുക്കൊരു യേശുവിൻ്റെ മേൽ അപ്പോസ്തലപ്രവൃത്തി 10:38 പെട്ടെന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 10:38 നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് കയറുന്നു. അപ്പോസ്തലപ്രവൃത്തി 10:38 സഞ്ചരിച്ചു. വേറെ ഒന്നിനും എനിക്ക് വരയ്ക്കണ്ട, സഞ്ചരിച്ചു. സഞ്ചരിച്ചു. സ്തോത്രം, 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 സ്തോത്രം. സഞ്ചരിച്ചു, എൻ്റെ അർത്ഥം പുറപ്പെട്ടു. സ്തോത്രം. മത്തായി സുവിശേഷം 28:18. മത്തായി സുവിശേഷം 28:18. മത്തായി സുവിശേഷം 28:18. ഗ്രേറ്റ് കമ്മീഷൻ നമ്മൾ മഹാനിയമം എന്ന് പറയുന്നു, അല്ലെങ്കിൽ അന്ത്യകൽപ്പന എന്ന് പറയുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. സ്തോത്രം, താങ്ക് യു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടതിന് അടിക്ക് പറയ്ക്കുക. സ്തോത്രം. ഇനി പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പറയാം. സ്തോത്രം. പ്രധാനപ്പെട്ട എന്താണ് ഇതുവരെ പറഞ്ഞ പ്രധാനപ്പെട്ട അല്ലേ? ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാം. സ്തോത്രം. നിങ്ങൾ പറഞ്ഞേ ഗോഡ്, ഗോസ്പൽ, ഗുഡ് ന്യൂസ് ഒന്ന് പറഞ്ഞേ. ഗോഡ്, ഗോസ്പൽ. ഈ മൂന്നിനകത്തും ആദ്യത്തെ 2 പദങ്ങൾ ഗോന്ന. കണ്ടോ മോനെ? ഒന്ന് പെട്ടെന്ന് അടിക്കാവണം. ഗോഡ്, ഗോസ്പൽ, ഗുഡ് ന്യൂസ്. ഓക്കെ, പിന്നെ അടിച്ചിട്ടാ മതി. അതിനകത്ത് 3 ഉണ്ടോ? 3-നകത്ത് GO എന്ന് പറഞ്ഞേ. രാജേഷ്, നമ്മൾ പുറപ്പെടുക. ഗോഡ്, ഗോഡ് എന്ന് പറഞ്ഞ ദൈവത്തിനകത്ത് കണ്ടോ, ദൈവം GOD. ഗോഡ് GOD. അതിനകത്ത് ആദ്യത്തെ ഗോ കണ്ടോ. ഗോഡിനകത്ത് എന്താണ് ആദ്യമേ ഗോ. അടുത്തത് ഗോസ്പൽ, GOSPEL, ഗോസ്പൽ. അതിനകത്ത് ആദ്യം എന്താ ഉള്ളത്? GO. പ്രൊഫസർ ഗവൺമെന്റ് ഓർഡർ അല്ല, GO. പുറപ്പെടാനാ പറഞ്ഞത്. സ്തോത്രം. GO. അടുത്തത് ഗുഡ് ന്യൂസ്. ഗുഡ്, GOOD. ഗോ. എൻ്റെ അർത്ഥം പുറപ്പെടുക. ഇന്ന് സഭയ്ക്ക് പറ്റിയ പരാജയം ഞാൻ കൊണ്ട് പറയാം. സഭ എപ്പോഴും ഗ്രേറ്റ് കമ്മീഷൻ ഗോ, അന്ത്യനിയോഗം ഗോ, ശിഷ്യന്മാരെ ആക്കുക ഗോ, സർവ്വസൃഷ്ടിയുടെ സുവിശേഷം അറിയിപ്പിക്കുക, പുറപ്പെടുക. യേശു ഇങ്ങനെ പുറപ്പെടുക. യേശു ഗ്രാമം തോറും പട്ടണം തോറും സഞ്ചരിച്ചു. യേശുവിന് മേൽ അഭിഷേകം വീണപ്പോൾ മുതൽ അവൻ നസറത്തിൽ നിന്ന്, അവൻ ജനിച്ചു വളർന്ന ബേത്ലഹേമിൽ നിന്ന് സഞ്ചരിച്ചു, പുറപ്പെട്ടു. ഒരു ദിവസം 1 man മിനിസ്ട്രിക്ക് വേണ്ടി പോലും കർത്താവ് പോയി. ലോകത്തിൽ ആരും 1 man മിനിസ്ട്രിക്ക് പോകത്തില്ല. 1 man മിനിസ്ട്രി എന്ന 1% ഡെലിവറി, ഒരു വ്യക്തിയുടെ വിടുതലിന് വേണ്ടി കർത്താവ് പോയി. നമ്മൾ ആദ്യം ചോദിക്കുന്നത്, ഞാൻ പ്രസംഗിക്കാൻ വരുന്നിടത്ത് എത്ര പേര് വരുമെന്ന്, ക്രൗഡ് ഉണ്ടാവുന്ന, ക്രൗഡിനെ കിട്ടുമെന്ന്. ചോദ്യം തെറ്റൊന്നുമല്ല. കാരണം ഒരാൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവിടെ വരെ പോകുമ്പോൾ അവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞാൽ വല്ല അഭംഗിയാണ്. പക്ഷെ അവിടെ കർത്താവ് അങ്ങനല്ല. എത്ര പേര് വരുമെന്നൊന്നും കർത്താവ് വിഷയമല്ല. കർത്താവ് അതിൻ്റെ അപ്പുറം കാണും. എന്താ അപ്പുറം? കർത്താവ് ശമരിയക്കാരത്തെ സ്ത്രീയെ കണ്ടുകൊണ്ട് കർത്താവ് കണ്ടത് ഒരു 2 ദിവസം കഴിഞ്ഞാൽ എനിക്കിത് കറക്റ്റ് ടൈം. എന്താ ടൈം? അവക്കും ദാഹം, എനിക്കും ദാഹം. ഈ സ്ത്രീക്കും ദാഹം, എനിക്കും ദാഹം. എൻ്റെ ദാഹമാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ തീരും. ഈ സഹോദരൻ ഈ ദാഹം എന്ന് പറഞ്ഞാൽ ഇന്ന് വെള്ളം കോരിയാലും തീരത്തില്ല, നാളെ ഉച്ചയ്ക്ക് വന്ന് വെള്ളം കോരിയാലും തീരത്തില്ല, ദാഹം ഒരിക്കലും തീരത്തില്ല. അതുകൊണ്ട് കർത്താവോട് പറഞ്ഞത്, നീ ഒരിക്കലും ഇവിടം വരെ വരാതെയും, നീ ഇനി കോരാതെയും, നീ ഇനി ഈ വെള്ളം കുടിക്കാതെയും, നിന്റെ സ്തോത്ര ലൈഫിൽ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കാത്ത, നിനക്ക് വെള്ളം ആവശ്യമില്ലാത്ത, ദാഹമില്ലാത്തൊരവസ്ഥയിലേക്ക് സ്തോത്ര എൻ്റെ അടുക്കൽ വരുന്നവന് ദാഹമുണ്ടായില്ല, എന്നിൽ വിശ്വസിക്കുന്നതിന് വിശക്കുമില്ല. സ്തോത്ര നിത്യജീവന്റെ ഉറവുകൾ ദൈവം അവളിൽ സൃഷ്ടിച്ചു. ഞാൻ പറയാറുണ്ട്, അതിന്റെ തെളിവാണ് യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് വെള്ളം കുടിക്കുവാൻ ആരെങ്കിലും വെള്ളം കൊടുക്കുന്നു മരിച്ചുകൊണ്ട് കിണറ്റിന്റെ വരെ കരയിൽ ഇരുന്നപ്പോൾ യേശു വെള്ളം കുടിച്ചതുമില്ല, ഈ സഹോദരി വെള്ളം കോരിയതുമില്ല. എന്താ തെളിവ്? ഈ സഹോദരി വെള്ളം കോരാഞ്ഞോണ്ടാണ് അശോച എന്ത് ചെയ്തത്? പാത്രം അവള് കിണറും മറന്നു, പാത്രവും മറന്നു, സ്തോത്രം എല്ലാം മറന്നു. അവൾക്ക് വിഷയം പട്ടണം വിഷയം. കർത്താവ് ചില ആൾക്കാർ ഇങ്ങനെ തീ പിടിപ്പിച്ചാൽ, നമ്മളൊക്കെ ഇവിടൊക്കെ തീ പിടിക്കാനാണെങ്കിൽ എൻ്റെ ആന്റി എത്രയോ ദൂതി സഹോദരിമാർ കേട്ടതാ.
ശിംശോൻ 8 പൊട്ടു തിരിയാത്ത കുറുക്കന്മാരോട് ദൂത് പറഞ്ഞു. സ്തോത്രം. ഞാനിവിടെ പറയാം, ഞാൻ വചനത്തിൽ കയറി തൊട്ടോളാം. ഈ ശിംശോൻ ആണെങ്കിൽ സാധാരണ കുറുക്കന്മാരെ ഒരു കുറുക്കനെ ഡീൽ ചെയ്യാൻ പാടാ. അന്നേരം 300 കുറുക്കന്മാരെ ആരെ ഡീൽ ചെയ്തു? എനിക്ക് ശിംശോനെ ഇഷ്ടമാണ്. സാധാരണ നിങ്ങൾക്ക് 2 കുറുക്കന്മാരെ തരാം, വാലോട് വാല് ചേർക്കാൻ റോബി വർദ്ധനെ പറ്റുമോ? വാലെ തൊടാൻ ആരും സമ്മതിക്കത്തില്ല. 300 കുറുക്കന്മാരെ വാലോട് വാല് ചേർത്ത് കുറുക്കനെ പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആ കുറുക്കൻ വന്ന് ഈ ഓളി ഇട്ടിട്ട് ഇങ്ങനെ ഈ രാത്രി ബഹളം വെച്ചിട്ട് പോകും. ഇവന് പതുങ്ങി കിടക്കും, പിടിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും, അപ്പോഴേ മറയും. പക്ഷെ ശിംശോൻ ചെയ്തറിയാമോ? മതി, ഈ കുറുക്കം മതി. 300 കുറുക്കന്മാരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് വരാൻ പറഞ്ഞു. ഈ അഭിഷേകമുള്ളവൻ ചലിക്കുമ്പോൾ എല്ലാം ചലിക്കും. ഓ, ഞാൻ ഒരു അഭിഷേകത്തിൽ നിൽക്കുക. സ്തോത്ര. ഓ റബ ശഖരിയന്ധോരിയ അൽതര ജനാദര രക്തരക്ഷയ. യേശുവിന്റെ നാമത്തിൽ പൈശാചിക അധികാരങ്ങൾ പൊളിയട്ടെ, പാതാള ഗോപുരങ്ങൾ പൊളിയട്ടെ, അശുദ്ധ മർമ്മങ്ങൾ നീങ്ങട്ടെ, അന്ധകാര ബന്ധനം അഴിയട്ടെ. തലമുറയുടെ ഭാവിക്കെതിരെ നിൽക്കുന്ന എല്ലാ ദുഷ്ടധികാരങ്ങളും യേശുവിന്റെ നാമത്തിൽ ഉഠിച്ചു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ. ഇതാണ് ഈ 3-ാമത്തെ ഗോയാണ്. ആരും ഒരു സ്ഥലത്ത് ഇരിക്കാൻ ബൈബിളിൽ പ്രമാണമില്ല കേട്ടോ. ഇരിക്കുന്നിടത്ത് ഇരിക്കരുത്, ഇരുന്ന് പോകത്തേ ഉള്ളൂ. എൻ്റെ 10-12 വർഷം നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. നിങ്ങൾ പുറപ്പെടണം. എന്തെങ്കിലും 10 ട്രാക്ടറിൽ കിട്ടിയാലും പുഷ്പേരി പോയി ഏതെങ്കിലും ഒരു വാർഡിൽ കയറി. സ്തോത്രം. അവർക്കെല്ലാവർക്കും പ്രാർത്ഥന ആവശ്യമാണ്. ഞാൻ ഇന്നലെ ടീമിൻ്റെ ഒരു വാർഡിൽ കയറിയതേ ഉള്ളൂ. സ്തോത്രം. ലിഫ്റ്റിൽ ചെന്ന് ഇറങ്ങിയ സമയം മുതൽ സ്തോത്രം അവർ പറഞ്ഞ് ഞങ്ങൾക്കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ. കാരണം അവിടെ ചെന്ന് കയറുമ്പോഴേ അറിയത്തുള്ളൂ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും കൈവെപ്പും. സ്തോത്രം. നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ചാൽ അവരുടെ രോഗം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് കൈവെക്കാതിരിക്കുന്നതാണ് ഭാഗ്യം. അല്ല, നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യമുണ്ടാകും. രാമൻ പറഞ്ഞ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ എന്ന് പറഞ്ഞു. എവിടെ നിന്ന് ഇത് പോയത്? കുറുക്കൻ. ഒരിക്കലും കുറുക്കനെ പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ 300 കുറുക്കന്മാരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് 150 പേരെ ഷിഫ്റ്റായിട്ട് നിൽക്കാൻ പറഞ്ഞു. ഓരോ ടൈപ്പ് നിൽക്കാൻ പറഞ്ഞു. നിനക്ക് ആരോടാ സ്നേഹം? നീ സ്നേഹിക്കുന്ന 2 പേരെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. സ്തോത്രം. നടുക്ക് പന്തം അങ്ങോട്ട് വെച്ചു. കണ്ടോണേ, ഇവൻ നടുക്ക് പന്തം വെച്ചിട്ട് ഒരു സ്ട്രാറ്റജി നോക്കണം. മോശയുടെ വടിയല്ല കേട്ടോ ഇത്. മോശയുടെ വടി അന്ന് തീർന്നു. യോശുവയുടെ കാഹളം അന്ന് തീർന്നു. സ്തോത്രം. ആമേൻ. അഭിഷക്തന്മാർ പുരോഹിതന്മാരെടുത്ത പെട്ടകത്തിന്റെ പരിപാടി അന്ന് തീർത്തു. ശിംശോന്റെ കാലഘട്ടം നമ്മൾ കുറുക്കനെ ഇങ്ങോട്ട് പിടിച്ച് കുറുക്ക ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. സ്തോത്രം. 2 പേരെ സ്നേഹിതന്മാരെ അടുത്ത് വയ്ക്കാൻ പറഞ്ഞു. ഈ വാലിന്റെ അറ്റത്ത് എന്ത് ചെയ്തു? പന്തം വെച്ചു. പന്തം വെച്ചിട്ട് നേരെ കമാൻഡ് കൊടുത്തു. സാംസൺ കമാൻഡർ ഇൻ ചീഫാണ്. കമാൻഡ് കൊടുത്തു. നേരെ പോകുന്നതിൽ എങ്ങോട്ട് പോകാൻ പറഞ്ഞു? അവിടെ ഇസ്രായേലിന്റെ വയലുണ്ട്, മിദ്യാന്റെ വയലുണ്ട്. നേരെ പോകാൻ പറഞ്ഞു. മിദ്യാന്റെ വയൽ. ശിംശോന്റെ കമാൻഡ് ഈ കുറുക്കന്മാരെ കേൾക്കുകയും നേരെ എങ്ങോട്ട് പോയി? ഈ മിദ്യാന്റെ വയലിൽ പോയി. മിദ്യാനല്ല, ഫെലിസ്തീന്റെ വയലിൽ പോയി. സകല വിളവ് എന്ത് ചെയ്തു? എനിക്കവിടെ ദൂതുണ്ട്. എന്താ ദൂത് അറിയോ? സ്തോത്രം. ഈ ഫെലിസ്തീന്റെ വയലിൽ പോയി എല്ലാ വിളവുകളും ഈ കുറുക്കന്മാർ എന്ത് ചെയ്തു? നശിപ്പിച്ചു. കുറുക്കന്മാർ ചിന്തിച്ചില്ല, അവിടെ ഈ വാല് കത്തി 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 ഇങ്ങോട്ട് കയറി എൻ്റെ ദേഹം കത്തി, ശരീരം കത്തി, എൻ്റെ ജീവനെ തീ എടുക്കും. ശിംശോൻ ഒരു കാര്യം കുറുക്കന്മാർക്കറിയാം, ഞങ്ങൾ തീർന്നാൽ. ഞാൻ ഇച്ചോടെ സ്തോത്രം പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ വയലിൽ കത്തി തീർന്നാൽ സ്തോത്രം. ഞങ്ങൾ ഈ സ്തോത്രം. ഞങ്ങൾ കത്തി തീർന്നാലും എന്ത് കത്തിക്കണം? ഫെലിസ്തീന്റെ വായിലും മൊത്തം. ഞാൻ കുറുക്കന്മാരുടെ പ്രതിഫലം ഓർക്കുക. അവരവരുടെ ഭാവി ഓർത്തില്ല, ജീവൻ ഓർത്തില്ല, നാളെ ഓർത്തില്ല. സ്തോത്രം. അവർക്കൊരു കാര്യം, ഞങ്ങളുടെ യജമാനൻ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞ കാര്യം? സ്തോത്രം. ഫെലിസ്തീന്റെ സകല വിളവുകളും പോയി എന്ത് ചെയ്യുക? നശിപ്പിച്ച് കളയാൻ പറഞ്ഞു. തീ ഇവരെയും കൊല്ലുക കേട്ടോ. പക്ഷേ സ്തോത്രം, ഞാൻ ഇവിടെ പറയാം, ഇത് ജീവിക്കുന്ന മാർഗമല്ല. സ്തോത്രം. ഒരുവൻ എന്നെ അനുഗമിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് സ്വയം ത്യജിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തോട് നിൽക്കുവാൻ എത്ര പേർ തയ്യാറാണ്? ഹല്ലേലൂയ. ഞാനിവിടെ പറയാൻ പറയുമ്പോൾ അപ്പോസ്തലന്മാരുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു കേട്ടോ. യേശു അവർക്ക് ഒന്നും ഏൽപ്പിച്ചിട്ട് പോയില്ല. കർത്താവ് അവർക്കൊരു പാസ്ബുക്ക് ഏൽപ്പിച്ചിട്ട് പോയില്ല, ചെക്ക് ലീഫ് ഏൽപ്പിച്ചിട്ട് പോയില്ല, ഒരു നല്ലൊരു പണക്കാരനെ പരിചയപ്പെടുത്തിയിട്ട് പോയില്ല. അല്ലെങ്കിൽ സ്തോത്ര പാലസ്തീനിലെ യെരുശലേമിലുള്ള എൻ്റെ ഡെഡ് ബോഡി അടക്കിയത്
കർത്താവ് പറഞ്ഞ അടക്കാൻ അരിമത്തിൽ യോസഫ് ധനകാര്യ മന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആ ദേശത്തെ പൗരപ്രഭുവിനോ ഒക്കെയാണ്. പോകല്ലേ, അങ്ങോട്ട് പോകല്ലേ, അവരാരും നിങ്ങളെ സഹായിക്കത്തില്ല. നിങ്ങൾ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഒന്ന് അവരോട് പറഞ്ഞത് യെരൂശലേം മൊത്തം നടക്കുമെന്ന് പറഞ്ഞു. യെരൂശലേം ആരുടെ സ്ഥലമാണ്? ന്യായപ്രമാണം ഉള്ളവരുടെ, ശാസ്ത്രിമാരുടെ, പരീക്ഷന്മാരുടെ, ഉപദേശകന്മാരുടെ, ഈ നിക്കോദിമോസിനെ പോലുള്ളവരുടെ സ്ഥലമാണ് ജെറുസലേം. സ്തോത്രം. ആ ജെറുസലേം മൊത്തം ഞാൻ പറയാം, അവർക്ക് ഒരിക്കലും ഗലീലക്കാർക്ക് ജെറുസലേം പിടിക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ ഇവിടെ ഉള്ളവർ പോയി കാസർഗോഡ് വേല എന്ന് പറഞ്ഞാൽ വിട്ടിരിക്കും. ഒന്നാമത് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ മലബാറിന്റെ അങ്ങേ അറ്റമാണ്, കർണാടകയോട് ചേർന്ന ഭാഗമാണ്. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ സപ്തഭാഷകളുടെ സംഗമ ഭൂമിയാണ്. സപ്തഭാഷ, മലയാളം പോലും നമുക്ക് ശരിക്കും പറയാൻ അറിയത്തില്ല. അന്നേരമാണ് സ്തോത്രം കന്നഡ പിടിക്കുന്നത്, തുളു പിടിക്കുന്നത്, ഉറുദു പിടിക്കുന്നത്. സ്തോത്രം. അവിടെ കാസർഗോഡ്, അവിടെ പോയി നമ്മൾ ആ ദേശത്ത് നേടുമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇതുപോലെ ഗലീലക്കാർക്ക് അവഹേളിക്കുന്ന പേരാണ്. പത്രോസിനൊക്കെ ചോദിച്ചത്, നിങ്ങൾ ആ ഗലീലക്കാരല്ലയോ എന്ന്. സ്തോത്രം. കടൽ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരല്ലയോ എന്ന്. യെരൂശലേമിലുള്ളവരല്ലല്ലോ നിങ്ങൾ. സ്തോത്രം. പക്ഷെ കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചോട്ടെ. ആദ്യം യെരൂശലേമില നിങ്ങൾ നിങ്ങളുടെ യെരൂശലേമിലെ കീഴടക്കും. സ്തോത്ര. നിങ്ങളെ നിന്ദിച്ച, നിങ്ങളെ വെറുത്ത, നിങ്ങളെ അപമാനിച്ച നിങ്ങളുടെ യെരൂശലേമിൽ, പിന്നെ യെരൂശലേം ലോക്കൽ പ്ലേസ്, യഹൂദിയ സ്റ്റേറ്റ് പിടിക്കും, കേരളം പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഒരു അഭിഷേകമാണ് നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത്. അന്നേരം യേശുവിന് മേൽ അഭിഷേകം വന്നപ്പോൾ യേശു സഞ്ചരിച്ചു എന്ന് പറഞ്ഞ്, യേശു സഞ്ചരിച്ചു എന്ന് പറഞ്ഞ് അപ്പോസ്തലന്മാർ സഞ്ചരിച്ചു, എല്ലായിടത്ത് പോയി. യെരൂശലേമിൽ പോയി, യഹൂദയിൽ പോയി, ശമര്യയിൽ പോയി. യഹൂദ സ്റ്റേറ്റ് പിടിച്ചു, മൊത്തം പിടിച്ചു, യഹൂദ പിടിച്ചു. അതാണ് പറഞ്ഞത്, യഹൂദയിലെ സഭയ്ക്ക് മൊത്തം ആത്മീയ വർധന ഉണ്ടായത്. യെരൂശലേമിൽ തുടങ്ങി യഹൂദയിലോട്ട് ഇറങ്ങി, അടുത്ത ശമര്യ മൊത്തം ഫിലിപ്പോസ് പോയി പിടിച്ചു, മൊത്തം പിടിച്ചു. മൊത്തം മന്ത്രവാദികൾ പുറത്തു വന്നു. അത്രയും അഭിഷേകമാണ്. അതുപോലെ കയറി പിടിച്ചു. ശമര്യ ദേശം മൊത്തം കയറി പിടിച്ചു. സ്തോത്രം. അവിടെ ആ പട്ടണത്തെ ആഭിചാരം ചെയ്ത് മൊത്തം പേരും പിടിച്ചു. അവൻ്റെ മന്ത്രവാദം മൊത്തം, അവൻ്റെ പുസ്തകവും അവൻ്റെ തൊഴിലും എല്ലാം തീർത്ത് മേലെ നീ ഇറങ്ങിപ്പോകുന്നത്. അവനെ ന്യായം വിധിച്ചു. സ്തോത്രം. അവനെ പുറത്തെടുത്തു. സ്തോത്രം. ശമര്യ എന്ന് പറഞ്ഞാൽ ക്രോസ് കൾച്ചറൽ, എല്ലാവരുടെ പാർക്കുന്ന സ്ഥലമാണ് ശമര്യ. അതിനുശേഷം കർത്താവ് പറഞ്ഞു, യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം. പെട്ടെന്ന് സംഭവിക്കേണ്ടതാണെങ്കിൽ പെട്ടെന്ന് സംഭവിക്കും. സ്തോത്രം. ഒന്നും കാണാതെ ക്ഷാമം കൊടുപിരി കൊണ്ടുവന്ന് ഇരുന്നപ്പോൾ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ക്ഷാമവും ദാരിദ്ര്യം കൊടുപിരി കൊണ്ടിരുന്നപ്പോൾ ശമര്യയുടെ പടിവാതിൽക്കൽ വെച്ച് ഏലീശ പ്രവാചകൻ പറഞ്ഞു, നാളെ ഈ നേരത്തുനിന്ന്, സ്തോത്രം, ഈ നേരത്ത് ഈ പട്ടണവാതിക്കൽ ഗോതമ്പ് യവവും ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, സ്തോത്രം, ദൈവം ആകാശത്തിലെ കിളിവാതിൽ തുറന്നാലും 24 മണിക്കൂർ, ചില വിടുതലുകൾ 24 മണിക്കൂറകത്ത് നടക്കും. സ്തോത്രം. അബ്രഹാമിന് ചില വിടുതലുകൾ 25 വർഷം എടുത്തു. സ്തോത്രം 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 സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇസ്രായേൽ ജനം ചോദിച്ചു, സ്തോത്രം, ആമേൻ, അപ്പം തരാൻ പറ്റുമോ, വെള്ളം തരാൻ പറ്റുമോ, ഇറച്ചി തരാൻ പറ്റുമോ? സ്തോത്രം സ്തോത്രം. ഇറച്ചി 40 വർഷവും കഴിച്ച് ഇങ്ങനെ ചില അനുഗ്രഹങ്ങൾ നിങ്ങളെ ദിനംതോറും പിന്തുടരും. ദൈവത്തിന് വാഗ്ദത്തങ്ങൾക്ക് കുറവില്ല കേട്ടോ. അവന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. അവന് സ്തോത്രം സകലവും ധാരാളമായി നൽകുന്നവനാണ്. സ്തോത്രം. ദിവസം ലഭിക്കേണ്ടത് ദിവസം ലഭിക്കുക, നാളെ ലഭിക്കേണ്ടത് നാളെ ലഭിക്കുക, 24 മണിക്കൂറിനകത്ത് ലഭിക്കേണ്ടത് ഞാൻ പൂർണ്ണമായിട്ട് പലകാലം വിശ്വസിക്കുകയാണ്. ഈ ദൂതൽ ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. എനിക്കിത് വിശ്വസിച്ചേ പറ്റൂ. ചില അത്ഭുതങ്ങൾ ഡിവൈൻ വർഷിപ്പ് സെന്ററിൽ നടക്കണം. സ്തോത്രം. ചിലവർ ശരീരത്തിൽ നടക്കണം, ചില കുടുംബങ്ങളിൽ നടക്കണം, ചില തലമുറയിൽ നടക്കണം. സ്തോത്രം സ്തോത്രം. ഞാൻ എല്ലാ സഹോദരി സഹോദരന്മാരുടെ കാര്യം പറയാം. ഞാൻ തലമുറ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ തലമുറയുടെ വിടുതലുകൾ നേരത്തെ നടക്കേണ്ടതായിരുന്നു, നടക്കാൻ കഴിഞ്ഞില്ലാതെ അത് പിടിച്ചു വെച്ച് താമസിപ്പിച്ച് ഇന്ന് ചില കഴിഞ്ഞ എക്സ്പയറി ഡേറ്റ് നമുക്ക് നമ്മൾ പറയുമല്ലോ, ഡേറ്റ് കഴിഞ്ഞ് അതിൻ്റെ എല്ലാ ഘട്ടവും കഴിഞ്ഞ് കിടക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ട്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. തിരിച്ചു പോരാടണം. ഈ സമയങ്ങൾ നമ്മളെ തിരക്കി നിൽക്കത്തില്ല, കാലങ്ങളും സീസണും നമ്മളെ തിരക്കി നിൽക്കത്തില്ല. നമ്മളും പ്രായം കൂടുകയാണ്, കുഞ്ഞുങ്ങളുടെ പ്രായം കൂടുകയാണ്. സ്തോത്രം. ഇതിങ്ങനെ മരീചിക പോലെ നീളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മരുഭൂമി പോലെ നീളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഏതൊരു പോയിന്റിൽ ഒരു കുടുംബത്തിലെ പുരോഹിതൻ, ഒരു അഭിഷക്തൻ, ഒരു ദൈവഭക്തൻ എഴുന്നേറ്റ് നിൽക്കണം, വചനമായി നിൽക്കണം. സ്തോത്രം. ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന വചനം, ഗിദിയോൻ എഴുന്നേറ്റങ്ങ് നിന്നെന്ന്. സ്തോത്രം. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നാലും ഞാൻ ഞാനിതെല്ലാം ഇങ്ങനെ നോക്കുന്നെങ്കിലൊക്കെ സ്തോത്രം ആത്മമണ്ഡലത്തിൽ ദൈവശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ.
സ്തോത്രം. ഗിദിയോൻ നിന്നു, ദൈവവും കൂടെ നിന്നു. അപ്പോൾ പാളയത്തിൽ പാച്ചിലുണ്ടായിരുന്നു. സ്തോത്രം. നിന്ന് ജനപ്പോൾ ഗിദിയോൻ നിൽക്കുന്ന കണ്ടപ്പോൾ ജനം പറഞ്ഞു, ഒരു വാളേ ഉള്ളൂ കേട്ടോ. വാള് ഗിദിയോനും യഹോവയ്ക്കും ഒന്ന് ആർത്തു. സ്തോത്രം. ഞാനിവിടെ പറയാം, എങ്ങനെ വിടുതൽ, വാളുകൊണ്ടല്ലേ വിടുതൽ സംഭവിച്ചറിയാവോ? എങ്ങനെ വിടുതൽ നടന്നറിയാവോ? ഒരു വെളിപ്പാടിനകത്താ. ചില കുടുംബങ്ങളൊക്കെ വിടുവിക്കപ്പെടാൻ പോകുന്നത് നിങ്ങൾ കാണുന്ന സ്വപ്നത്തിനകത്ത്. ഇന്ന് ദൂത് കർത്താവ് മാറ്റുക. സ്വപ്നത്തിന് ദർശനത്തിനകത്തൂടെ ഒരു സ്തോത്രം. ഈ എത്രയും ഉറപ്പിക്കപ്പെട്ടടക്കെ മനസ്സിന് ചാഞ്ചാല്യമുള്ള ഒരാളായിരുന്നു ഗിദിയോന്. എന്തെല്ലാം ദൈവത്തോട് പരീക്ഷിച്ചറിയാവോ? ഈ തോല് മാത്രം നനഞ്ഞു കിടക്കണം, തോലിൻ്റെ പുറത്ത് ഉണങ്ങിക്കിടക്കണം. പിന്നത്തേതിൽ തോല് ഉണങ്ങിക്കിടക്കണം, തോലിൻ്റെ പുറത്ത് സ്ഥലമെല്ലാം ചെയ്യണം, നനഞ്ഞു കിടക്കണം. സ്തോത്രം. ഞാൻ നിൽക്കുന്നത്, ഞാൻ പറയുന്ന സമയം വരെ ദൂതന് ഇവിടെ നിൽക്കണം. ഞാൻ കാണുമ്പോഴേ ഈ യാഗം സ്തോത്രം ദൈവം അത് അനുഗ്രഹിച്ച് ഏറ്റെടുക്കാമോ? ഇതെല്ലാം പറഞ്ഞ പോലെ എല്ലാം ദൈവം ചെയ്തു. ഇവനെ ഉറപ്പിക്കാൻ വേണ്ടിയാ. എന്നിട്ട് ഇവന് സ്തോത്രം കാകൾ മുതി ഉള്ളവരെല്ലാം, വിളിയില്ലാത്തവരെയും നിയോഗമില്ലാത്തവരെല്ലാം വിളിച്ചു കൂട്ടുക. ചുമ്മാ വിളിച്ചു കൂട്ടുക. കർത്താവിന് ഇത്രയും പേരൊന്നും വേണ്ട ഗിദിയോനെ, വേണ്ട. 10,000 വിളിച്ചു കൂട്ടി. എത്ര പേര് വന്നു? 20,000 30,000 കണ്ടു. 30,000 വന്നു. ഏറ്റവും അവസാനം സ്ക്രീൻ ചെയ്ത് 300ലേക്ക് കുറച്ചു. കർത്താവിന് 300 വേണ്ട. കർത്താവിന് വേണ്ടത് ഗിദിയോൻ, നീ നിന്നാ മതി. നിന്നപ്പോൾ എന്നിട്ടും മനസ്സുറപ്പിച്ചില്ല. കർത്താവ് പറഞ്ഞാൽ, നീ രാത്രി നിന്റെ സഹോദരനെ പൂരയുമായിട്ട് ഈ മിദ്യാന പാളയത്തിൽ പോയി ഒരു വേഷപർശനായിട്ട് പോയി, അവര് നിങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാന്. ഇവര് പേടിച്ച് കിടക്കുവോ? ഞങ്ങളെ ആരും അടിക്കുമത്? നമ്മുടെ കൂട്ട് ഇനി അവനാണോ എന്നെ അടിക്കുന്നത്? സ്തോത്രം. നമ്മൾ പേടിച്ച് കിടക്കുവോ? ഈ ഗിദിയോനും തന്റെ സഹോദരനോട് പോയി പൂരയോടെ പോയി ഈ മിദ്യാന പാളയം വന്ന് രാത്രി മൊത്തം ചുറ്റി സഞ്ചരിച്ച് വന്നപ്പോൾ ആ പാളയത്തിനകത്ത് 2 മിദ്യാന പ്രഭുക്കന്മാർ പറയുക, സ്തോത്രം, നമ്മൾ നാളെ തീരാൻ പോവാ. എങ്ങനെ തീരാന്ന് ചോദിച്ചാൽ, എങ്ങനെ തീരുന്നത്? ഞാനൊരു സ്വപ്നം കണ്ടതിനകത്ത് ഈ ഗിദിയോനുണ്ടല്ലോ, ഗിദിയോനും തൻ്റെ സഹോദരനോട് അവന്മാർ 2 കൂടെ നമുക്കെതിരെ എഴുന്നേറ്റ് വരുന്നു. അതെങ്ങനെ കണ്ടത്? ഒരു ഇസ്രായേലി കൂടാരത്തിൽ നിന്ന് ഒരു യവത്തപ്പം എന്ന് പറഞ്ഞ ഉമാരെ കാണിക്കുക കർത്താവ്. ആരെ? ഈ യവത്തപ്പം തൊട്ട് ഒന്നുമില്ല കേട്ടോ, തൊട്ടാ പൊടിയുന്ന ഒരു യവത്തപ്പം ഉരുണ്ടുരുണ്ടുരുണ്ടു വന്ന് മിദ്യാന, ഉമർ പറയുക, മിദ്യാന പാളയങ്ങളെ ഓരോന്നിനെയും അടിച്ചിടുവാന്ന്. നിങ്ങൾ പറയാം, കാറ്റത്ത് പറക്കുന്നതാ ഒരു യവത്തപ്പം. സ്തോത്രം. അതിൻ്റെ അർത്ഥം നിസ്സഹരായ ഈ ഗിദിയോൻ വന്ന്, സ്തോത്രം, വാൾ ആരുടെയും കയ്യിലില്ല കേട്ടോ. ആകെ ഒരു വാളേ ഉള്ളൂ, 6 കയ്യിലേ ഉള്ളൂ. അത് ഗിദിയോന്റെ കയ്യിലുള്ളൂ. ഗിദിയോന് പോലെ എഴുന്നേറ്റ് നിൽക്കാനുള്ള കഴിവില്ലാത്തവല്ല. സ്തോത്രം. അതുകൊണ്ട് ആ ദൈവത്തിന് ആകുമ്പോൾ നേരത്തെ അവനെ ചാർജ് ചെയ്ത് അവനെ അഭിഷേകം ചെയ്ത് പറഞ്ഞു, നീ ഒറ്റ മനുഷ്യരെ പോലെ മിദ്യാനെ നീ തോൽപ്പിക്കും. സ്തോത്രം. ഇന്ന് ചിലവരെ കർത്താവ് ഒരു അഭിഷേകത്തിലേക്ക് നയിക്കാൻ പോവാ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇന്ന് പലക്കാലം കർത്താവ് അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിയമനം വീഴാൻ പോവുകയാണ്. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ചാർജ് വീഴാൻ പോവുകയാണ്. നിങ്ങൾക്കാർക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ വീടുകളിലേക്ക് ആത്മദാഹമായി പുറപ്പെടുക. നിങ്ങൾ സ്തോത്ര രോഗികളുടെ മേൽ കൈവെക്കുക. നിങ്ങൾ അഭിഷേകത്തിൽ ജ്വലിക്കുക. നിങ്ങൾ ചുറ്റി സഞ്ചരിക്കുക. എന്താണ് സ്വപ്നം? സ്വപ്നത്തിനകത്ത് ഒരു യവത്തപ്പ് ഉരുണ്ട് വന്ന് മിദ്യാന പാളയത്തെ വന്ന് അടിച്ച് തകർക്കുന്നു. ഗിദിയോൻ പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. സ്തോത്ര. ജനത്തോട് വന്ന് ദർശനം പറഞ്ഞപ്പോൾ ഞാൻ പറയാം, മറ്റുള്ളവൻ കണ്ട ശത്രു കണ്ട സ്വപ്നത്തിനകത്ത് ഇസ്രായേൽ വിടുവിക്കപ്പെട്ടു. ഇവിടെ കിടക്കുന്നു, കാണുന്നവന് കാണാനുള്ള സ്വപ്നവുമില്ല, വ്യാഖ്യാനവുമില്ല, വെളിപ്പാടുമില്ല. പക്ഷെ കണ്ടതാരാ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? ഈ ഇസ്രായേലിലെ ശത്രുവാണ് കണ്ടത്. അവർ കണ്ട സ്വപ്നത്തിനകത്ത് ഇസ്രായേൽ വിടുവിക്കപ്പെട്ടു. സ്തോത്രം. ജനമെല്ലാം ഒന്നിച്ച് ആർത്തു. ഗിദിയോൻ പാളയത്തിൽ നിന്നു. സ്തോത്രം. ഗിദിയോൻ നിന്നപ്പോൾ ജനം വിളിച്ചു പറഞ്ഞു, ആമേൻ, സ്തോത്രം, വാള് യഹോവയ്ക്കും ഗിദിയോനും വേണ്ടി വാളെന്നാർത്തു. സ്തോത്രം. ജനം വിടുവിക്കപ്പെട്ടു. ഇസ്രായേൽ വിടുവിക്കപ്പെട്ടു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ മേൽ കർത്താവ് ഒരു അഭിഷേകം പകർന്നു. അഭിഷേകം വെറും പാട്ട് പാടുമ്പോൾ പറയുന്ന 2-3 ഭാഷയായിട്ട് മാത്രം അഭിഷേകത്തെ നിങ്ങൾ അവസാനിപ്പിക്കരുത്. നിങ്ങൾക്കൊരു ശുശ്രൂഷ പണ്ടെന്ന് ആഗ്രഹമുള്ളവർ കരങ്ങൾ ഉയർത്തി. ഞാൻ പ്രതീക്ഷിക്കാത്തവർ പോലും കൈപൊക്കി. ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ ഈ തലമുറയിലെ അഭിഷക്തന്മാരാണ്. നിങ്ങൾ ശുശ്രൂഷകന്മാരാണ്. നിങ്ങൾ നിയോഗമുള്ളവരാണ്, ഉത്തരവാദിത്തമുള്ളവരാണ്, ഭാരമുള്ളവരാണ്. നിങ്ങളുടെ മേലെ അഭിഷേകമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊരു അവസരം കണ്ടാലും അതൊരു ശുശ്രൂഷയായിട്ട് മാറണം. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ശമരിയ കാര്യത്തിൽ സ്ത്രീയെ കർത്താവ് കണ്ടു. കർത്താവ് കണ്ടത്
കേവലം അവിടെ ജീവിതമോ സ്വഭാവമോ അവിടെ വൈകല്യമോ കുറവുകളോ പോരായ്മകളോ 5 ഭർത്താക്കന്മാരോ ഭർത്താവ് ഇല്ലാത്തതോ ഉള്ളതോ വിവാഹമോചനം ഒന്നുമല്ല അവിടെ കർത്താവ് കണ്ടത്. ഒന്നും കർത്താവ് കണ്ടില്ല. ഞാൻ കണ്ടതൊന്നും കർത്താവ് കണ്ടില്ല. കർത്താവിനപ്പുറത്തൊരു കാര്യം കണ്ടു. ഇനി 4 മാസം കൂടെ കഴിഞ്ഞാൽ ഈ പട്ടണം മൊത്തം, ഏത് 4 മാസം? അവിടെ നിന്നൂടെ കർത്താവ് തന്റെ ക്രൂശ് കണ്ടു, കഷ്ടാനുഭവം കണ്ടു, മരണം കണ്ടു, അടക്കം കണ്ടു, ഉയർത്തെഴുന്നേൽപ്പ് കണ്ടു. ഫിലിപ്പോസ് ശമരിയയിലോട്ട് പോയി മൊത്തവും പേരെ വിളിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. പക്ഷെ കൂടെ നടന്ന ശിഷ്യന്മാർ കണ്ടില്ല. അതിനുവേണ്ടി സ്തോത്രം, ഏത് കാര്യത്തിനും മുന്നോടി വേണമല്ലോ. യേശു മുൻപ് ഈ ഭൂമിയിലേക്ക് വരുവാൻ സ്നാപയോഹന്നാൻ മുന്നോടിയായിട്ട് ഫോറന്നറായിട്ട് വന്നു. സ്തോത്രം, ശമരിയെ പിടിക്കുന്നതിന് മുമ്പേ ശമരിയക്കാരത്തെ സ്ത്രീയെ ആ പട്ടണത്തിലേക്ക് വിട്ടു. ഞാൻ പറഞ്ഞിട്ടുള്ള ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ട് ദൂത, ആ സ്ത്രീ നേരെ പോയി ആ പട്ടണത്തിൽ പോയി, അവൾക്കറിയാവുന്ന മലയാളത്തിൽ എഴുതിയിട്ടില്ല കേട്ടോ, എഴുതിയിരിക്കുന്നത് ആ പട്ടണത്തിലെ പുരുഷന്മാരോട് ചെന്ന് പറഞ്ഞു, ഞാൻ വേറൊരു പുരുഷനെ കണ്ടത്. അതിനൊക്കെ വേറെ കോൺടെക്സ്റ്റ് ഉണ്ട് കേട്ടോ. അവർ ചോദിച്ചു, ഞങ്ങളറിയാത്ത വേറെ പുരുഷൻ നീ കണ്ടോ? നീ അവനെ ഭർത്താവാക്കിയോ? ഞാൻ അവനെ ഭർത്താവാക്കിയില്ല, ഞാൻ അവനെ കർത്താവാക്കി. സ്തോത്രം. കാരണം ഈ പറഞ്ഞ പുരുഷന്മാർക്കല്ലേ അവിടെ ജീവിതമായിട്ട് ഇന്നലെയായിട്ടൊക്കെ ബന്ധമുള്ളതാണ്. ഈ പുരുഷന്മാരെല്ലാം അവിടെ ശരീരത്തിൽ തൊട്ടതാ ഇന്നലകളിൽ. പക്ഷേ യേശു കഴിഞ്ഞ നിമിഷം ശരീരത്തിൽ തൊട്ടില്ല, യേശു ആ സ്ത്രീയുടെ ആത്മാവിൽ തൊട്ടു. ഓ സ്തോത്രം, 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 സ്തോത്രം. ആത്മാവിൽ കയറി തൊട്ടു, ആത്മാവിൽ തൊട്ടു, ആത്മാവിൽ തൊട്ടു. ആ പട്ടണം മൊത്തം പോന്നു. രാമൻ പറഞ്ഞേ, ഗദരദേശക്കാർ പറഞ്ഞു, ഞങ്ങളുടെ അതിരെ നിൽക്കല്ലേ എന്ന്. കർത്താവ് പറയുമോ? നിങ്ങൾക്കറിയാം, ഗദരദേശം രൂപേന്റെയും മനുഷ്യരുടെയും പാതിഗോത്രം. ഈ ഗദരദേശക്കാർ പറഞ്ഞു, ഒരു ഭൂതഗ്രസ്തനെ വിടുവിച്ച് കഴിഞ്ഞപ്പോൾ സ്തോത്രം, അവനവിടെ തുണിയില്ലാതെയും അവനവിടെ ജനിച്ച വേഷത്തിൽ നടക്കുന്ന ആർക്കും ഒരു വിഷയമല്ല. അവനെല്ലാവരെയും എടുത്തിട്ട് ആ ദേശക്കാരെ മൊത്തം അവന് ഉപദ്രവിക്കുകയും പിന്നെ ആ ദേശത്ത് മൊത്തം കോലാഹലം ഉണ്ടാക്കുക. ജനത്തിന് അതൊന്നും വിഷയമല്ല. നമ്മൾ ആരെങ്കിലും സുവിശേഷം പറഞ്ഞാലോ ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിച്ചാലോ എല്ലാം ഭൂതകളാകും. ഇവനെ കർത്താവ് വിടുവിച്ച്, ഇവനെ രൂപാന്തരപ്പെട്ട്, ഇവൻ രക്ഷിക്കപ്പെട്ട്, സ്തോത്രം, ഇവനാള് മാറി. കണ്ടോ, വസ്ത്രം മടങ്ങി വന്നു, സുബോധം മടങ്ങി വന്നു, ഇവന്റെ ഭാഷ മാറി, വേഷം മാറി, രീതി മാറി, എല്ലാം മാറി. ഉടനെ ജനം പറയുവാണ്, ഞങ്ങൾ അതിൽ ആരും നിൽക്കരുത്, പോണമെന്ന് പറയും. കർത്താവ് പറഞ്ഞു, ഞാൻ പോകാം, ഞാൻ പോകുന്നതിന് മുമ്പേ എൻ്റെ ഒരു അഭിഷേകം ഇവന്റെ മേൽ ട്രാൻസ്ഫർ ചെയ്യും. ഇത്രയും സ്തോത്രം, ഈ പന്നിക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് വന്നവൻ, ഇത്രയും 6000 ലഘുവന്മാർ ഒന്നിച്ച് ബാധിച്ചവൻ, ഈ ഭൂതഗ്രസ്തൻ, ഭ്രാന്തനെ പോലെ അവനും ദൈവ ശുശ്രൂഷ കൊടുത്തു കേട്ടോ. അത് മാത്രമല്ല, തന്റെ കല്ലറെ തലേണയായിട്ട് വെച്ച് കിടന്ന് ഉറങ്ങുക. നമ്മൾ പാൽക്കാലം പോലും സ്തോത്രം കല്ലറ വഴി അതൊക്കെ ഒരു പേടിയല്ലേ അല്ലേ? കണ്ടോ, ഇതിന് ശേഷം ഒന്ന് കാണണം കേട്ടോ. ഇവ കല്ലറ ഉറങ്ങുക, അവന് പേടിയില്ല. കാരണം അതിനേക്കാൾ വലിയ ഭൂതങ്ങൾ ഇവരകത്തിരിക്കുന്നത്. 6000 പേര് ഒന്നിച്ച് പാർക്കുക. എവിടെ? ഞാൻ പറയാം, ഈ ഭൂതങ്ങൾക്ക് ഭയങ്കര ഐക്യത കേട്ടോ. നമ്മുടെ വീട്ടിലില്ലാത്ത ഐക്യതയാ. ഇന്നലെ പ്രശ്നമുണ്ട്. നമ്മുടെ വീട്ടിലില്ലാത്ത ഐക്യത ആർക്ക്? നമ്മുടെ വീട്ടിൽ ഭർത്താവും ഭാര്യയോട് ഒന്നും ജീവിക്കുന്ന കാര്യം പറഞ്ഞാൽ അവർക്കൊരു അവാർഡാ, ഓസ്കാർ അവാർഡ് ചെയ്യണം, കൊടുക്കണം. പക്ഷെ 6000 പേര് ഇവർ ഒരു പ്രശ്നമില്ലാതെ അവിടെ പാർക്കുക. കാരണം തമ്മിൽ ചിതൃതയില്ല, ഒന്നിച്ച് കയറി പാർക്കുക. 6000 പേര് ഒന്നിച്ച് കയറി ഇവന്മേൽ പാർത്തിറക്കി ഇവനെ കൊല്ലാൻ അവർ അനുവദിച്ചില്ല. പക്ഷെ ഇഞ്ചിഞ്ചായി കൊല്ലുക. ഞാൻ നിർത്താം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പക്ഷെ ഞങ്ങളോട് പറയാം, ഈ 6000 ഭൂതഗ്രസ്തൻ, ഇത്രമാത്രം ദുഷ്ടധികാരങ്ങൾ പിടിക്കപ്പെട്ടവൻ, ഇവൻ വിടുവിക്കപ്പെട്ടപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ദൂത ദക്കപ്പൊലി. ദക്ക എന്നുള്ള ഗ്രീക്ക് പദത്തിന് 10 ആണ് അർത്ഥം. 10 പോലീസ്, ദക്കപ്പോലീസ്. പോലീസ് മീൻസ് ടൗൺ, പട്ടണം. ഡെക്ക 10 പോലീസ് പട്ടണമാകുമ്പോൾ 10 പട്ടണത്തിലെ സെന്റർ പോസ്റ്റായിട്ട് ആരെ മാറ്റി. കണ്ണുകളടക്കാം, നമുക്ക് എഴുന്നേൽക്കാം. സ്തോത്രം. ഓ ഹല്ലേലൂയ. ഒറ്റ കർത്താവിന്റെ മിഷൻ. സ്തോത്രം. കർത്താവ് ഒന്ന് കയറി തൊട്ടു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ ആ ദേശത്ത് നമ്മൾ ഓടിച്ചു. കർത്താവിനെ ആ ദേശത്ത് നമ്മൾ ഓടിച്ചു. പക്ഷേ സ്തോത്രം, കർത്താവിലേക്ക് പോന്നു കേട്ടോ.
കർത്താവ് പോന്നെങ്കിലും ഒരുവന്റെ മേൽ ട്രാൻസ്ഫർ ചെയ്ത് അഭിഷേകം പോകുന്നില്ല. അവൻ ആ പട്ടണത്തെ പിടിപ്പിച്ചു. 10 പട്ടണങ്ങളെ അവൻ നേടി. ഇത് നിങ്ങളുടെ ചാൻസാണ്, നിങ്ങളുടെ അവസരമാണ്. സ്തോത്രം.